ഡയബറ്റീസ് ആൻഡ് ഇൻസുലിൻ 4ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ പാർട്ടിൽ നമ്മൾ കാണുന്നത് ജീവിതശൈലി ക്രമീകരണം ക്ലിനിക്കലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഡയബറ്റീസും ഇൻസുലിൻ യൂസിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ആദ്യത്തെ 3 പാർട്സിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡയബറ്റീസും ഇൻസുലിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. രണ്ടാമത്തെ പാർട്ടിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഡയബറ്റീസും ഇൻസുലിനും ട്രീറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡയബറ്റീസിൻ്റെ കൂടെ വരുന്ന അസുഖങ്ങളും കോംപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഇൻസുലിൻ ഉപയോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസും അതിൻ്റെ ഡിഫറെൻ്റ് സിറ്റുവേഷൻസും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ ചോദ്യം ഈ പാർട്ടിൽ, ഈ ജീവിതശൈലി ക്രമീകരണം എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടും ചെയ്യാവുന്ന കാര്യമാണ്. അത് പലരും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ടും ചെയ്യാവുന്നതാണ്. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം? ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുമ്പം ബേസിക്കലി രണ്ടും ഒന്ന് തന്നെയാണ് വരുന്നത്. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് പലർക്കും പല ധാരണയായിരിക്കും. അപ്പം അവരുടെ ബോഡിയുടെ വെയിറ്റ് കറക്റ്റാണോ, ഒത്തിരി മിസ്കൺസെപ്റ്റുകൾ ഉണ്ടാവും. നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയും, അത് എന്താണ് അതിൻ്റെ ശരിക്കും സയൻറ്റിഫിക് സൈഡിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ നിലയിലായിരിക്കും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്. പേഷ്യൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഒരു നിലയിലായിരിക്കും, ഡോക്ടേഴ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വേറൊരു നിലയിലായിരിക്കും. അത് ഈച്ച് ഇൻഡിവിജ്വൽ ആസ് ദെയർ ഓൺ. അവർക്ക് വന്നിരിക്കുന്ന എക്സ്പോഷർ അനുസരിച്ചല്ലേ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളും ഉണ്ടാവും. അപ്പം സെൽഫ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഫുഡ് ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം, വെയിറ്റ് കുറയണം, അതുപോലെ എക്സസൈസ് ചെയ്യണം. ബോഡിയിലെ ഫാറ്റ് കുറയുന്ന വെയിറ്റ് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. നമുക്ക് ജനറലി പറയാൻ പറ്റുന്നത്, ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടതും വെയിറ്റ് കുറയണം, കാർബോഹൈഡ്രേറ്റ് കുറയണം, അതുപോലെ ഫാറ്റിൻ്റെ അളവും കൂടെ നമ്മൾ കഴിക്കുന്ന നട്ട്സും അങ്ങനത്തെ ഓയിലും ഒക്കെ കുറച്ചാലല്ലേ വെയിറ്റ് കുറയുള്ളൂ. പിന്നെ എക്സസൈസ് ചെയ്യണം. ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പ്രാക്ടിക്കലി എങ്ങനെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് പറ്റിക്കാൻ വരാതെ വരുന്നതുകൊണ്ടാണല്ലോ രോഗം വരുന്നത്. രോഗം ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഇതെല്ലാം തന്നെ. ഇപ്പം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും ഒക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ മരുന്നെടുക്കേണ്ടി വരുന്നത്. വൺസ് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ മോർ ഡിഫിക്കൽട്ട് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ മരുന്ന് കഴിക്കുന്ന കാരണം തന്നെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ 90% ഓഫ് ദ മെഡിക്കേഷൻസ് ഏത് കഴിച്ചാലും അസിഡിറ്റി പ്രോബ്ലം വരും, വയറിന് കത്തലൊക്കെ വരും. അപ്പം അതെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ആകുമ്പോൾ അത്രയും. അതുകൊണ്ടാണ് എല്ലാ മരുന്നിൻ്റെയും കൂടെ ആഫ്റ്റർ ഫുഡ് അല്ലേ, മിക്കവാറും ഫുഡിൻ്റെ കൂടെ ആഫ്റ്റർ ഫുഡ് കഴിക്കാൻ പറയും. അതെന്തുകൊണ്ടാണ്? ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഡയബറ്റീസിൻ്റെ മരുന്നെല്ലാം ഇൻസുലിൻ ലെവൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം അത് പിന്നെയും വിശപ്പ് കൂട്ടും, ഇൻസുലിൻ ലെവൽ കൂട്ടും, ഷുഗർ ലെവൽ കുറയ്ക്കും. ഇത് നമ്മുടെ വിശപ്പും ഇതുമെല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആവും പേഷ്യൻ്റ്. അവർക്ക് മരുന്ന് കഴിച്ചുകൊണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് ഇസ് വെരി ഡിഫിക്കൽട്ട്. അപ്പം അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് പറ്റാതെ വരും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ടിൽ വരുന്നത്. അപ്പോൾ ക്ലിനിക്കൽ സപ്പോർട്ടോടെ നമ്മൾ ചെയ്യുമ്പം പേഷ്യൻ്റെ ബോഡിയെക്കുറിച്ച്, അവർക്ക് ഏത് ഫുഡാണ് പറ്റുന്നത്, അവരുടെ ഹോർമോൺ ലെവൽ എങ്ങനെയാണ്, ഇമ്മ്യൂണിറ്റി ലെവൽ എങ്ങനെയാണ്, ഹാർട്ടിൻ്റെ കണ്ടീഷൻ, ലിവറിൻ്റെ കണ്ടീഷൻ, കിഡ്നിയുടെ കണ്ടീഷൻ, ഇതൊക്കെ നോക്കിയിട്ട് വേണം. കാരണം ഒരു കിഡ്നി ഫെയിലിയറിലുള്ള പേഷ്യൻ്റാണെങ്കിൽ അതനുസരിച്ച് വേണം മെഡിസിൻ കൊടുക്കാൻ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പല ഫുഡും അവർക്ക് പറ്റാത്തതുണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഇവൻ ക്യാൻസർ പേഷ്യൻറ്റിന് അവർക്ക് പല ഫുഡും പറ്റാത്തതുണ്ടാവും. ചില ടോക്സിൻസ് ഉണ്ടാവും, ലൈക്ക് ഈവൻ ഹെവി മെറ്റൽസിൻ്റെയൊക്കെ അളവ് വെരി ഹൈ ആയിരിക്കും പലരിലും. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അങ്ങനെ മൾട്ടിപ്പിൾ ആസ്പെക്റ്റും കൂടെ മനസ്സിലാക്കി അതിനെ എല്ലാം കവർ ചെയ്തുകൊണ്ട് വേണം ഒരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത് എല്ലാ ന്യൂട്രീഷൻ കിട്ടണം. ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ കാലറി കുറവായിരിക്കണം, അണ്ടർ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ കാലറി റെസ്ട്രിക്ഷൻ ആ കണക്കനുസരിച്ചായിരിക്കണം. പിന്നെ മറ്റുള്ള ടോക്സിൻ ലെവൽ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കണം. എക്സസൈസ് വേണം. അതും എല്ലാവരും തന്നെ രോഗിയാണല്ലോ, പലർക്കും എഴുന്നേറ്റ് തന്നെ നടക്കാൻ പോലും പറ്റാത്തവരായിരിക്കും.
അപ്പോൾ അവർക്ക് അതിന് പറ്റിയ ബെഡിൽ കിടന്ന് ചെയ്യുന്ന എക്സസൈസാണ് നമ്മൾ ഇതിൽ വരുന്നത്. അല്ലാതെ കാരണം ഒരു ഓവറോൾ എല്ലാവർക്കും പറ്റിയതുപോലെ വേണമല്ലോ. അപ്പം ഈ സിക്കായിരിക്കുന്ന സമയത്തൊക്കെ ബെഡിൽ കിടന്ന് ചെയ്യുന്ന എക്സസൈസാണ്. അത് വെച്ച് തന്നെ അത് മതിയാവും. അതാണ് അങ്ങനെയുള്ള ഒരു പാറ്റേൺഡ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അതിൻ്റെ ഇഫക്റ്റീവ്നെസ് ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് വേണ്ട ഗൈഡൻസ്, പലപ്പോഴും അവർക്ക് ആ ഗൈഡൻസും കൂടെ വേണം. പേഷ്യൻസിന് ആദ്യമൊന്നും മനസ്സിലായില്ല. പലരും നമ്മൾ പറയാതെ തന്നെ കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സലാഡൊന്നും അവർ ഫുഡായിട്ട് കൂട്ടുകയില്ല. അപ്പോൾ ഷുഗർ കൂടുമ്പം അവർ നമ്മൾ എഴുതണമെന്ന് പറഞ്ഞതിനകത്ത് അവർ ആ ഫുഡിനെ ഇതില്ല, ആ ലിസ്റ്റ് പോലും എഴുതിയിട്ടുണ്ടാവില്ല. അതുപോലെ നട്ട്സ്, കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്റ്റ, ഇതൊന്നും അവർ ഫുഡായിട്ട് കൂട്ടൂല. അതൊക്കെ സ്നാക്ക് ഫുഡല്ല പലർക്കും. അതുപോലെ ബിസ്ക്കറ്റിനെ ഒന്നും പലരും ഫുഡായിട്ട് കാണുന്നില്ല. ഇപ്പം ഡയബറ്റിക് പേഷ്യൻസിന് ബിസ്ക്കറ്റൊക്കെ ഡയബറ്റിക് ബിസ്ക്കറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുന്നതൊക്കെ കാർബോഹൈഡ്രേറ്റാണ്, ബേസിക്കലി വേറൊന്നുമല്ല. അതിനകത്ത് മധുരം കാണിയല്ലേ ഉള്ളൂ. ഡയബറ്റീസ് പേഷ്യന്റിന് കഴിക്കാമെന്ന് പറഞ്ഞുണ്ടാക്കുന്ന ബിസ്ക്കറ്റും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അപ്പം അത് മധുരമില്ല, അതുകൊണ്ട് പേഷ്യൻറ്റും ചിലപ്പോൾ ഒരു കുഴപ്പമില്ല, ഇത് ഡയബറ്റിക് ബിസ്ക്കറ്റാണെന്ന് പറഞ്ഞ് എടുത്ത് കഴിക്കും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഒരു കൺട്രോൾഡ് ആയിട്ട് മോണിറ്റേർഡ് ആയിട്ട് അത് നമ്മൾ ബേസിക്കലി ഒരു ഓൺലൈനായിട്ട് മോണിറ്റർ ചെയ്ത് ഒരു 90 days കൊണ്ട് അവർ പഠിക്കും ഡയബറ്റീസ് എങ്ങനെയാണ്. 90 days അല്ലെങ്കിൽ 30 days, ഇനിഷ്യൽ 30 days ആണ് ഇതെല്ലാം മനസ്സിലാക്കി കൊടുത്ത് പിന്നെ അതിൻ്റെ ആ പ്രാക്ടിക്കലായിട്ട് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോയി അവരെ ബോഡി കറക്റ്റ് ചെയ്യണം. ശരിക്കും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അല്ലാത്തതിലാണെങ്കിലും എയിം ചെയ്യുന്നത് നമ്മുടെ ബോഡി കോമ്പോസിഷനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അറ്റ് ദ മാക്രോ ലെവൽ, അതായത് നമ്മൾ പുറമേ കാണുന്ന നിലയിലും അതുപോലെ സെല്ലുലാർ ലെവൽ, മൈക്രോ ലെവലിനും കറക്റ്റ് ചെയ്യണം. ഈവൻ നമ്മളുടെ മെറ്റബോളിസം അറ്റ് മൈക്രോ ലെവലിൽ കറക്റ്റ് ചെയ്യുമ്പോഴാണല്ലോ ഇൻസുലിൻ ലെവലും ഷുഗർ ലെവലും കുറയ്ക്കാനും, BP കുറയ്ക്കുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, ട്രൈഗ്ലിസറൈഡ് നോർമലാക്കുക, ഇതെല്ലാം ഇതിൻ്റെ പാർട്ടാണ്. അപ്പം നമ്മളുടെ മെറ്റബോളിസം, ബോഡിയുടെ മെറ്റബോളിസം തന്നെ കറക്റ്റ് ചെയ്യുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പം അതിന് അത്ര നല്ല ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഈ ആസ്പെക്റ്റിൽ ഇപ്പം ഒരു ചിലപ്പോൾ ഡോക്ടേഴ്സ് കാർഡിയോളജിസ്റ്റ് ആയിരിക്കും, കാർഡിയോതൊറാസിക് സർജൻ ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂറോ സർജൻ ആയിരിക്കും. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തുണ്ടാവില്ല. അതല്ലല്ലോ അവരുടെ ഫീൽഡ്, സർജറി ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അവർ ആ സർജിക്കൽ ഇപ്പം മെഡിക്കൽ പ്രൊഫഷനിൽ മോഡേൺ മെഡിസിൻ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഫീൽഡിൽ മാത്രമേ അറിവുണ്ടാവുള്ളൂ. അപ്പം ഈ കാര്യത്തിന് ഇപ്പം ഞാനീ പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളുടെ മോനിപ്പം ന്യൂറോളജിസ്റ്റോ അല്ലെ കാർഡിയോളജിസ്റ്റോ ആണെങ്കിലും അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തുണ്ടാവില്ല. അവരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. അപ്പം ബേസിക്കലി ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു അപ്രോച്ചിനെ കുറിച്ച് മനസ്സിലാക്കി അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ട് എടുക്കണം. അപ്പം അതറിവില്ലാത്തവർ അതൊക്കെ സൂഡോ മെഡിസിൻ ആണെന്നും ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആണെന്നൊന്നും പറഞ്ഞു പോകുന്നതിൽ കാര്യമില്ല. കാരണം ലൈഫ് സയൻസ് അത് നേച്ചറിൻ്റെ ഒരു റൂളുണ്ട്. അതിന് നമ്മൾ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നമ്മൾ നോക്കിയിട്ട് നേച്ചറിൻ്റെ കണക്കനുസരിച്ചേ പോവുള്ളൂ. ഈവൻ ഞങ്ങൾ മോഡേൺ മെഡിസിൻ്റെ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഹിപ്പോക്രാറ്റ്സ് ആണ്. ഹിപ്പോക്രാറ്റ്സ് തന്നെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കോട്ടായിട്ട് പറയുന്നത്, കറക്റ്റായിട്ട് എമൗണ്ടിൽ ഫുഡും എക്സസൈസും കൊടുക്കാൻ പേഷ്യൻറ്റിന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ സേഫസ്റ്റ് വേ ടു ഹെൽത്ത് എന്നാണ്. ബേസിക്കലി ആ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് കറക്റ്റായിട്ടുള്ള ഒപ്റ്റിമൽ എക്സസൈസ്, ഒപ്റ്റിമൽ ന്യൂട്രീഷൻ അത് കൊടുക്കാനും, പിന്നെ ഹിപ്പോക്രാറ്റ്സ് അന്നില്ലാത്തൊരു പ്രോബ്ലം കൂടെ നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട്, ടോക്സിൻസ്. അന്ന് ഫുഡിനകത്ത് അഡിക്റ്റീവ്സ് ഇടുവോ, ഫുഡ് അഡിക്റ്റീവ്സോ പെസ്റ്റിസൈഡ്സും ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ കളറും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാത്ത കാലമാണ്. ഇപ്പോൾ അതും കൂടെ നമ്മൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അപ്പം ടോക്സിൻസിൻ്റെ അളവ് കുറയ്ക്കുക. ഇന്നിപ്പോൾ കോസ്മെറ്റിക്സ് ആണ് വേറൊരു പ്രോബ്ലം. അപ്പം ഇങ്ങനെ നമ്മളുടെ ബോഡിയിലേക്ക് എത്തുന്ന ടോക്സിനും കൂടെ കുറയ്ക്കാനും കൂടെയാണ് ഈ 3 കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ എന്നിട്ട് കൂടുതൽ ടോക്സിൻസ് ഉണ്ട് അത് പുറത്തു കളയാനും കൂടെ. അപ്പം ഈ രീതിയിലുള്ള അപ്രോച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിതിൻ ഡയബറ്റീസിൻ്റെ കാര്യത്തിനാണെങ്കിൽ വിതിൻ അവേഴ്സ് റിസൾട്ട് അറിയാം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈവൻ സിംറ്റമാറ്റിക് റിലീഫും എവറിത്തിങ് വിതിൻ വീക്ക് തന്നെ നമുക്ക് ആ ചേഞ്ച് വരുന്നത്. നമ്മൾ എപ്പോഴും പല പേഷ്യൻസും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കരുതി 5-6 കുറേ കാലം എടുക്കും ഇതൊക്കെ കറക്റ്റ് ആവാനെന്നാണ്. അപ്പം അതാണ് പലരെയും ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്ത് ഇതൊക്കെ എന്ന് കറക്റ്റ് ചെയ്യാനാണെന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ
ഏത് മെഡിസിൻ, ഈവൻ ഇൻസുലിൻ എടുക്കുന്നതിനേക്കാളും ഇൻസുലിൻ അപ്പോഴത്തെ ശരിയാണ്, ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കൊന്ന് കുറഞ്ഞിരിക്കും, പക്ഷെ അത് കഴിയുമ്പോൾ അത് ഹൈപ്പോയിലേക്ക് പോകും. ഇത് പിന്നെ നമ്മൾ ഈ മെഡിസിനൊക്കെ നിർത്തുന്നതുകൊണ്ട് ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ളതിനെ കുറിച്ച് പിന്നെ വറി ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാരണം ഈ ഡയബറ്റീസിന്റെ മരുന്നുകളാണ് നമ്മളുടെ ഷുഗർ കുറയുന്നതാണ് മോർ ഡിഫിക്കൽട്ട്, ഡേഞ്ചറസും അതാണ്. അപ്പം നമ്മൾ ഈ ഡയബറ്റീസിന്റെ മരുന്ന് നിർത്തുന്നതോടെ പിന്നെ ഹൈപ്പോഗ്ലൈസീമിയെ കുറിച്ച് പറയേണ്ട, ഹൈപ്പർ ഇൻസുലിനീമിയെ കുറിച്ചും പറയേണ്ട. കാരണം ഇൻസുലിൻ ലെവലും നമ്മൾ കറക്റ്റ് ചെയ്യുന്നതോടുകൂടി കറക്റ്റ് ആവും. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്തുക. കാരണം ഇപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ഓൾമോസ്റ്റ് 50 to 75 years ആയിട്ട് ഡെവലപ്പ് ചെയ്ത് സിസ്റ്റം വെച്ചിരിക്കുന്ന ഒരെണ്ണത്തിനകത്തുനിന്നാണ് നമ്മൾ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നത്. സയൻസ് ഡെവലപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിന് തിരിച്ചു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഡയബറ്റീസിന്റെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടെ പറയാം. ഈ സയൻസിന് വന്ന് തിരിച്ചു പോക്ക്, അതായത് സയൻസ് കറക്റ്റായിട്ട് പോയി അത് കഴിഞ്ഞിട്ട് തിരിച്ച് അൺസയന്റിഫിക് ആയിട്ട് പോകുന്നത്. കാരണം ഇൻസുലിൻ നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പം പോർസിൻ ഇൻസുലിൻ, പന്നിയിൽ നിന്ന് എടുക്കുന്ന ഇൻസുലിനായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് ആദ്യം ഒരു 100 years ബാക്കാണ് അത് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് അവൈലബിൾ ആയത്. അത് കഴിഞ്ഞിട്ട് ഒരു 800s 81, 82 നമുക്കത് ഡെവലപ്പ് ചെയ്ത പന്നിയുടെ ഇൻസുലിൻ, അതായത് പോർസിൻ ഇൻസുലിനും ബൊവൈൻ ഇൻസുലിൻ, പശുവിനൊക്കെ ഉണ്ടാക്കുന്നതിനാണെങ്കിൽ 3 അമിനോ ആസിഡ്സിന്റെ വ്യത്യാസമുണ്ട്. പോർസിനാണ് 1 അമിനോ ആസിഡിന്റെ വ്യത്യാസമാണ്. അപ്പൊ അതിന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഹ്യൂമൻ ആ ഒരെണ്ണം മാറ്റി കറക്റ്റാക്കി ഹ്യൂമൻ പോലെയാക്കി, അതായത് നാച്ചുറൽ ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റി, ഈക്വലന്റ് ആയിട്ടുള്ള ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഡെവലപ്മെന്റ് വന്നത് അത് തന്നെ ബയോടെക്നോളജി വെച്ചിട്ട് റീകോമ്പിനന്റ് ഉണ്ടാക്കാൻ പറ്റി. ദിസ് ഇസ് ഓൾസോ വെരി ബിഗ് ജമ്പാണ്. അതൊക്കെ ബെനിഫിറ്റ് റിയലി വരുന്നത് ശരിക്കും ടൈപ്പ് 1 ഡയബറ്റീസിനാണ്. കൂടുതലും 90% ഓഫ് ഈ ഉണ്ടാകുന്ന ഇൻസുലിനൊക്കെ ഉപയോഗിക്കുന്നത് ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. അതൊക്കെ പോട്ടെ, പക്ഷെ അതൊരു വലിയ ജമ്പ് ഇൻ ദ സയൻസ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു 96 ഒക്കെ ആയപ്പോഴേക്കും അനലോഗ്സ് വരാൻ തുടങ്ങി, ഇൻസുലിൻ അനലോഗ്സ് എന്താ ചെയ്യുന്നത്? ഈ നാച്ചുറൽ ഇൻസുലിനിൽ നിന്ന് മാറ്റി അതിനെ 1-2 അമിനോ ആസിഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആർട്ടിഫിഷ്യൽ ആക്കാൻ നോക്കുന്നു. അപ്പം അതിനൊക്കെ ഓരോ ശരിക്കും ഇപ്പം ലോങ് ടൈം സ്റ്റഡീസും ഒക്കെ കാണിക്കുന്ന ഈ അനലോഗ്സും മറ്റും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഒൺലി തിങ് അനലോഗ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഇമ്മ്യൂണിറ്റിക്ക് പ്രോബ്ലം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളത് പല പേഷ്യൻസിനും കാണുന്നുണ്ട്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും ക്യാൻസറും ഒക്കെ വരുന്നത് അനലോഗ്സ് ഇൻസുലിൻ എടുക്കുന്നവർക്ക് കുറച്ചും കൂടി കൂടുതലാണ്. പക്ഷെ ഇപ്പോൾ കൂടുതൽ പേരും നമ്മൾ കാണുന്ന എല്ലാം തന്നെ കൂടുതൽ പേരും അനലോഗ് ഇൻസുലിൻ കൂടി എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നാച്ചുറൽ അല്ല, ഒരു ആർട്ടിഫിഷ്യൽ ഇൻസുലിൻ, അതായത് ഒരു ചേഞ്ച് എപ്പോഴും നമ്മളിപ്പോൾ ഒരു ഹോർമോൺ റീപ്ലേസ്മെന്റ് ഒക്കെ എടുക്കുന്നത് ഏറ്റവും നാച്ചുറൽ, നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും ചേരുന്നത്. അത് ചേർത്ത് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അവർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും ക്യാൻസറും ഒക്കെ വരാനുള്ള ചാൻസ് കൂട്ടും. ശരിക്കും ഈ ഡയബറ്റീസിന്റെ ഒരു മേജർ കോംപ്ലിക്കേഷൻ നെർവ് ഡാമേജ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ നെർവ് ഡാമേജ് കൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാ പാർട്സും എഫക്റ്റഡ് ആവും. ഹാർട്ട് തൊട്ട് കാല് വരും, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ മെന്റൽ ഹെൽത്ത് വരെയും എഫക്റ്റഡ് ആവും എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഈ നെർവ് ഹെൽത്ത് ഒരു ട്രബിൾ വന്നു കഴിയുമ്പോൾ അതിനിപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? ഇപ്പം നമ്മളെപ്പോഴും കരുതുന്നത് നെർവ് ഡാമേജ് വന്നാൽ അത് തിരിച്ചു വരികയില്ല, നെർവിൻ്റെ തിരിച്ചാക്കാൻ പറ്റില്ല എന്നാണ് ജനറൽ കൺസെപ്റ്റ്. ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മളിപ്പോൾ മെഡിക്കൽ ബുക്സിലും എല്ലാം പഠിക്കുന്ന അങ്ങനെയാണ്. അപ്പം ഈ ഡയബറ്റീസിന്റെ പേഷ്യൻ്റ് ഈ കാലിലൊക്കെ ന്യൂറോപ്പതിയൊക്കെ വന്ന് സെൻസേഷനൊക്കെ പോയി സ്പെഷ്യൽ ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്നവർക്കൊക്കെ, സാധാ ചെരുപ്പ് നമ്മുടെ വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഊരിപ്പോകുമല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ കെട്ടിവെക്കുന്ന സ്പെഷ്യൽ ചെരുപ്പും ഒക്കെ ഇട്ട് നടക്കുന്നവർക്ക് തിരിച്ചു വരികയില്ല എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇതിനകത്ത് വ്യത്യാസം വരും. കംപ്ലീറ്റ് മാറുമോ എന്നുള്ളത് ഡിപ്പെൻസ്. ഇപ്പം ഈ പുകച്ചിലൊക്കെ ഉണ്ടല്ലോ, ബേണിങ് സെൻസേഷനായിട്ട് പലർക്കും ഉറങ്ങാൻ തന്നെ പറ്റാറുണ്ടാവില്ല. അതൊക്കെ നെർവ് ഡാമേജ് കൊണ്ട് വരുന്നതാണ്. നംനെസ്, ബേണിങ് സെൻസേഷന്, ഇതൊക്കെ ഭയങ്കര വിതിൻ എ വീക്ക് ഭയങ്കര ആശ്വാസം കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ മേലാതിരുന്നവർ ചിലർ പറയാറുണ്ട്, വിതിൻ 1 or 2 weeks തന്നെ പറയാറുണ്ട്, ഡോക്ടർ ഇപ്പോൾ എനിക്ക് സാധാ ചെരുപ്പിടാൻ, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചെരുപ്പ്
മറ്റേ സാധാ ചെരുപ്പിട്ടുകൊണ്ട് പോകാൻ. കാരണം അത് എല്ലാത്തിനും പുറത്ത് ഊരിയിടണമല്ലോ. അപ്പോൾ ഈ കെട്ടി വെക്കാനൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ചെരുപ്പിട്ടുകൊണ്ട് പോയാൽ ചെരുപ്പുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. ഇപ്പം അവർക്ക് കോമൺ സാധാ ചെരുപ്പിൽ ഇടാൻ പറ്റുന്നുണ്ട്. ഈവൻ ഡയബറ്റിക് അൾസേഴ്സ് വരുന്നവർക്ക് അൾസർ ഹീൽ ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ട് നമ്മളുടെ നെർവ്സ് ഇത് ചെയ്യുന്നതാണ്, നെർവ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. പിന്നെ ഈ പലർക്കും ഉണ്ട് തലകറക്കം വരിക, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആകുക. ഇപ്പം ഈ ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഓട്ടോണോമിക് നെർവ് സിസ്റ്റം ആണല്ലോ നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ ഇല്ലാതെ വരുന്നവരാണ് പല ഡയബറ്റിക് പേഷ്യൻസിനും ഉണ്ട് ഇറഗുലർ ഹാർട്ട് ബീറ്റ് വരുന്നത്. അതൊക്കെ അതിനാണ് നമ്മൾ ഈ അങ്ങനെയുള്ളവർക്ക് ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ കൊടുക്കുന്ന പേഷ്യൻ്റ്. അങ്ങനെയുള്ളവരുടെ ഹാർട്ട് ബീറ്റ് കറക്റ്റ് ആവുന്നുണ്ട്. അതായത് ഈ എക്ടോപിക് ബീറ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ECG എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ കറക്റ്റായി അതിന് ആ മരുന്നിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുന്നുണ്ട്. അപ്പം ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിൻ്റെ ആണെങ്കിലും സെൻസറി നെർവ് സിസ്റ്റത്തിൻ്റെ ആണെങ്കിലും പിന്നെ ഈ മസിൽസ് ഒക്കെ വീക്കാവും പേഷ്യൻസിൻ്റെ. അത് ഈ നെർവ്സിനും ഡാമേജ് വരുന്നത് കൊണ്ടും കൂടെയാണ്. ഈ മോട്ടോർ ന്യൂറോൺസിനെ ബാധിക്കുമ്പോൾ മസിൽ വീക്കാവും. അല്ലാതെ തന്നെ എക്സസൈസ് ഒന്നും ചെയ്യാതെ ഇരുന്ന് രക്തക്കൊഴുട്ടത്തിൻ്റെ കുറവ് കൊണ്ടും മസിൽ വീക്കാവും. അപ്പം ഈ നെർവ്സിന് വരുന്ന ഡാമേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെർവ്സിനെ ബാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രക്തഓട്ടം കിട്ടാതെ വരുന്ന അതിൻ്റെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നുണ്ടാവും. അപ്പം ഈ ഷുഗർ കൺട്രോൾ കിട്ടി ഇൻസുലിൻ കൺട്രോൾ ആകുമ്പം ഈ നെർവ്സിൻ്റെ രക്തക്കൊഴലുകൾ തന്നെ കറക്റ്റ് ആവും. അപ്പം ഈ നെർവ്സിൻ്റെ രക്തക്കൊഴലുകൾ കറക്റ്റ് ആകുമ്പം ശരിക്കും ഈ നെർവ്സിനെയൊക്കെ കവർ ചെയ്ത് കുറച്ച് പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂൺ സെൽസ് ഉണ്ട്, ഗ്ലയൽ സെൽസ് എന്നൊക്കെ പറയുന്നത്. അവരിലായിരിക്കും ശരിക്കും ഡാമേജ് വന്നിരിക്കുന്നത്. അപ്പം റിയൽ നെർവിനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബോഡിക്ക് ഒത്തിരി മെക്കാനിസംസ് ഉണ്ട്. അപ്പം ഈ നെർവ്സ് ഡാമേജ് ആയിരിക്കും. ഈ രക്തക്കൊഴലുകൾക്ക് മാത്രമേ ഡാമേജ് ഉള്ളെങ്കിൽ ഈ രക്തക്കൊഴലുകൾ റീജനറേറ്റ് ചെയ്ത് നെർവ്സിനെയും പ്രൊട്ടക്ട് ചെയ്ത് നെർവിനെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ ഡയബറ്റീസ് ട്രീറ്റ്മെൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇൻസുലിൻ എടുക്കുന്നവരും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു മെൻ്റൽ ബുദ്ധിമുട്ടുകളും ചെറിയ ഡിപ്രഷനും ഒരു വറിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അവർക്ക് ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ അവർ എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യണമെങ്കിൽ? ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനെ സീരിയസ് ആയിട്ട് കാണണം. അപ്പം ചിലർ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അല്ലേ അതിനൊരു വലിയ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചുമ്മാ ചെയ്യാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്നവരുണ്ട്. അപ്പം അവർക്ക് ഈവൻ നമുക്ക് ഇതിനകത്ത് ഒരു കോസ്റ്റ് ഫാക്ടർ വരുന്നുണ്ട്. പലർക്കും ലൈഫ് സ്റ്റൈൽ ഇപ്പം ഒരു ബൈപ്പാസ് സർജറിക്ക് വേണ്ടിയിട്ടോ അല്ലെ മുട്ടുമാറ്റി വയ്ക്കാനോ ഒക്കെ വേണ്ടിയിട്ടൊക്കെ അവർ മണി സ്പെൻഡ് ചെയ്യാനൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവർക്ക് പക്ഷെ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട് മണി സ്പെൻഡ് ചെയ്യുന്നു. കാരണം ഇത് നമ്മൾ വെരി മെറ്റിക്കുലസ് ആയിട്ട് ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്താലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ ഒരു കോസ്റ്റ് ഫാക്ടർ വരും. ഈവൻ ബ്ലഡ് ടെസ്റ്റുകൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാളെ കണ്ടിട്ട് ജസ്റ്റ് നമുക്ക് ഇവരുടെ ലൈഫ് സ്റ്റൈൽ നമുക്കറിയാം, ഓവർ വെയിറ്റ് കുറയ്ക്കണമെന്നറിയാം, പക്ഷെ അത് മാത്രം വെച്ച് നമുക്ക് പറ്റൂല. അവരുടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ജനറൽ ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മളിപ്പം ഒരു എസ്റ്റാബ്ലിഷ് ട്രീറ്റ്മെൻറ്റ് ഇന്ന് ഓൾ ഓവർ ദ ലോകം മുഴുവനും ആക്സെപ്റ്റഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഇൻസുലിനും ഡയബറ്റിക് മെഡിസിൻസും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈവൻ ഈ ഡയബറ്റിക് പേഷ്യൻസിനെല്ലാം തന്നെ ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് മിക്കവാറും ബൈപ്പാസ് പറഞ്ഞവരോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു, ആൻജിയോഗ്രാം ചെയ്തു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല, ബൈപ്പാസ് വേണം. ഇപ്പം ഡയബറ്റീസിന് വേണ്ടിയിട്ട് മാത്രമല്ല വരുന്നത്, മൾട്ടിപ്പിൾ പ്രോബ്ലം ആയിട്ടുള്ളവരായിരിക്കും വരുന്നത്. ഈവൻ പല ഈ ആസ്പെക്റ്റിലായിട്ടുള്ള പേഷ്യൻ്റ് വരുമ്പോഴും അവർക്ക് ക്ലിയർ ഐഡിയ അതിനെക്കുറിച്ചില്ലെങ്കിൽ അവർ എന്തിനാ ഇത്രയും ടെസ്റ്റൊക്കെ ചെയ്യുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഈവൻ ഇന്ന് ഒരു പേഷ്യൻ്റ് അതുകൊണ്ടാണ് ഞാനിത് ഓർക്കാൻ തന്നെ കാരണം, അവർ 4 ഹോസ്പിറ്റലിൽ പോയി, ഹാർട്ട് പേഷ്യൻ്റാണ്, അവർക്ക് ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈനലി അവരൊരു ഹോസ്പിറ്റലിൽ ബൈപ്പാസ്, 4 ഹോസ്പിറ്റലും എറണാകുളത്ത് തന്നെ മേജർ 4 ഹോസ്പിറ്റൽസിൽ പോയി 4 പേരും ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു. അവസാനം ഫൈനലി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തലേ ദിവസം അവർ നോക്കിയപ്പം അവരുടെ നെക്കിലേക്ക് ബ്രെയിനിലേക്ക് പോകുന്ന കരോട്ടിഡ് ആർട്ടറിയിൽ ഭയങ്കര ബ്ലോക്കാണ്, 70%. ഹാർട്ടിൽ മുഴുവൻ ബ്ലോക്കാണ്, അതുപോലെ
ബ്രെയിനിലേക്കുള്ള ആർട്ടറിയും ബ്ലോക്കാണ്. 70% 80% ബ്ലോക്ക് ആയിട്ടിരിക്കുക. അപ്പോൾ അവരോട് പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റില്ല, ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും സ്ട്രോക്ക് വരുമെന്ന്. അതുകൊണ്ട് അവർ ചെയ്യാതെ വിട്ടു. അപ്പം ആ പേഷ്യൻറ്റിൻ്റെ ബേസിക്കലി ഇതാണ്, നമ്മൾ ഈ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര നിസ്സാര സർജറി അല്ല. നമ്മളുടെ ഈ ഇവിടുത്തെ സെൻട്രൽ ബോൺ തന്നെ കട്ട് ചെയ്ത് നെഞ്ച് തുറന്ന് അതിനകത്ത് ഒരു രക്തക്കുഴൽ കാലേന്ന് രക്തക്കുഴലെടുത്ത് ഹാർട്ടിൻ്റെ അയോട്ടേന്ന് ഈ ഇതിലേക്ക് കണക്ട് ചെയ്യാന്നൊക്കെ ഉള്ളതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ കാലയിൽ മുറിവുണ്ടാവും, ഈ മേജർ മുറിവുണ്ടാവും. ഇതെല്ലാം കൂടി ഈ ഡയബറ്റിക് പേഷ്യൻറ്റിന് താങ്ങാൻ പറ്റുന്ന ഇതല്ല ശരിക്കും. ഡയബറ്റീസ് മാത്രമല്ല, അവർക്ക് മൾട്ടിപ്പിൾ പ്രോബ്ലംസും ഉണ്ട്. ഈ രക്തക്കുഴലുകൾ മൊത്തം അടഞ്ഞിരിക്കുന്ന ആളാണ്. പക്ഷെ അവർക്ക് അവർ എന്തിനാ ഈ ടെസ്റ്റൊക്കെ ചെയ്യുന്നത്, എന്താണ് ഇത്ര കോസ്റ്റ് വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ കിടത്തിയല്ലെങ്കിലും ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലെ മോണിറ്റർ ചെയ്യുകയാണ് പേഷ്യൻറ്റിനെ. അവരെ സെൽഫ് മോണിറ്റർ ചെയ്യാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു കോസ്റ്റ് ഫാക്ടറും ഈ ടെസ്റ്റുകൾക്ക് ചെയ്യാനും ഇതിനെല്ലാം വില്ലിങ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. അല്ലാതെ ഇത് ജസ്റ്റ് ഒരു ഷുഗറും നോക്കി ഒരു HbA1c പോലും നോക്കാൻ ചിലർ മടി പറയും. എന്തിനാ HbA1c എല്ലാ മാസവും 3 മാസം കൂടുമ്പോൾ നോക്കിയാൽ പോരെ. അതാണ് ജനറൽ കൺസെപ്റ്റ്. ആ ജനറൽ കൺസെപ്റ്റിൽ നിന്ന് എല്ലാം വ്യത്യാസപ്പെടുത്തിയുള്ള ഒരിതാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻറ്റിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതും കൂടെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം, ആ തുടക്കത്തിൽ വേണം. പിന്നെ ഈ മോണിറ്റർ ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. ഈ സ്പെഷ്യൽ ഈ ന്യൂട്രീഷൻ, ലോ കാലറി സ്പെഷ്യൽ ന്യൂട്രീഷൻ വേണം, അതിനും കോസ്റ്റ് വരും. അപ്പം ഇതെല്ലാം മനസ്സിലാക്കി ആ ഒരു എഫേർട്ടും അവരുടെ റിസോഴ്സസും ഉപയോഗിക്കാൻ പറ്റുന്ന വില്ലിങ് ആയിട്ടുള്ള രോഗികൾക്ക് മാത്രമേ, അതുപോലെ അവരുടെ ഫാമിലിക്കും ഇതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകണം. പലപ്പോഴും കാണാറുണ്ട് അച്ഛന് ബൈപ്പാസ് ചെയ്യണ്ട, പക്ഷെ മോൻ നോക്കുമ്പോൾ കണക്ക് കൂട്ടിയൊക്കെ നോക്കുമ്പോൾ ബൈപ്പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടും. ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനൊക്കെ വേണ്ടിയിട്ട് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കിട്ടുകയില്ല. അപ്പം അങ്ങനെ ഉള്ള കാൽക്കുലേഷനിലൊക്കെ ആൾക്കാർ ആ രീതിയിലൊക്കെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ബൈപ്പാസ് ചെയ്യുന്നതിനേക്കാളും മച്ച് ലെസർ കോസ്റ്റേ വരുള്ളൂ. പക്ഷെ ബൈപ്പാസ് സർജറി ചെയ്താൽ ഡയബറ്റീസ് മാറില്ലല്ലോ, ഹൈപ്പർ ടെൻഷൻ മാറില്ല, ഹാർട്ട് ബ്ലോക്ക് മാറിയല്ല, അവിടെ ഒരു ബൈപ്പാസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് ഇപ്പം നമ്മളിപ്പോൾ സ്റ്റഡീസ് കാണിക്കുന്നത് തന്നെ ബൈപ്പാസ് ചെയ്താലും മരുന്നെടുത്താലും സ്റ്റെൻറ്റ് ഇട്ടാലും ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ അടുത്ത അറ്റാക്ക് വരാനുള്ള സാധ്യത ഒന്നും തന്നെയാണ്. പക്ഷെ ഇത് 3 പോലെയല്ല. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ ഡയബറ്റീസ് മാറി, ഹൈപ്പർ ടെൻഷൻ മാറി, കൊളസ്ട്രോൾ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഒരു അറ്റാക്ക് വരാനുള്ള സാധ്യത തന്നെ മാറിക്കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇതിൻ്റെ ബെനിഫിറ്റ് ശരിക്കും ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കാനായിട്ട് പേഷ്യൻസിന് പറ്റണം, അവരുടെ റിലേറ്റീവ്സിനും പറ്റണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലല്ലോ, നമുക്ക് ഒരു ആസ്പെക്റ്റ് ഇല്ലല്ലോ, നമുക്ക് കാര്യങ്ങളെല്ലാം ഒന്നിച്ച് റിവേഴ്സ് ചെയ്യാവുന്ന എൻ്റെ അറിവിലില്ല. നമുക്കിത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നമുക്കിതാണ് കാണുന്നത്. നമുക്ക് ഡയബറ്റീസിൻ്റെ മരുന്ന് ഫസ്റ്റ് തന്നെ നിർത്തിയാലും ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ അത് മാറും. മിക്കവാറും കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഇതിൻ്റെ മന്ത് എല്ലാ മരുന്നുകളിൽ നിന്നും മാറാൻ പറ്റും. ആകെ വെരി റെയർ ആയിട്ടുള്ള, ഇപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കേണ്ടവരാണ്. പിന്നെ പേസ് മേക്കർ വല്ലതും ഇട്ടുപോയ പേഷ്യൻ്റാണ്, നമ്മൾ അടുത്ത് വരുന്നതിന് മുമ്പാണ് പേസ് മേക്കർ ഇടണമെന്ന് പറയുന്ന സമയത്ത് വരുവാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പേസ് മേക്കറിൻ്റെ ഉപയോഗം തന്നെ, അതായത് എൻഡ് സ്റ്റേജ് എത്തി അല്ലെങ്കിൽ ഈ ഇറഗുലർ ഹാർട്ട് ബീറ്റിനൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ആ ഇറഗുലാരിറ്റി ഒക്കെ ഒരു പരിധി വരെ കറക്റ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം വൺസ് പേസ് മേക്കർ വെച്ച പേഷ്യൻറ്റിന് ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ സ്റ്റെൻറ്റ് ഇട്ട് പോയ പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു 1 ഇയർ വരെ 6 months to കൂടുതൽ 6 months ആയ കുറച്ച് 1 ഇയർ വരെ അവർ ബ്ലഡ് തിന്നേഴ്സ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. ബാക്കിയുള്ള മിക്കവാറും എല്ലാ മരുന്നും ഇതിൻ്റെ മന്ത് നിർത്താൻ പറ്റും. അപ്പം അതിന് വേണ്ട എഫേർട്ട്, അതിന് വേണ്ടി ഒരു സ്പെൻഡ് ചെയ്യാൻ, അപ്പം ഞാൻ ബൈപ്പാസിന് വേണ്ടി സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ബെറിയാട്രിക് സർജറിക്ക് സ്പെൻഡ് ചെയ്യും. പക്ഷെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടിനും അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ, അതിൻ്റെ ആ എഫേർട്ടിനെ ആക്സെപ്റ്റ് ചെയ്യാനും കൂടെ വില്ലിങ് ആകണം. എന്നാൽ മാത്രമേ ഇത് പ്രാക്ടിക്കലി നടക്കുകയുള്ളൂ. ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ
ഈ ഡയബറ്റീസുകാർക്ക് ഒരു കോമൺ ഒരു ഇഷ്യൂ ആണ് കണ്ണിൻ്റെ റെറ്റിനോപ്പതി, കണ്ണായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ. അപ്പോൾ ഈ ജീവിതശൈലി കറക്ഷനിലൂടെ ഇങ്ങനെ ഈ റെറ്റിനോപ്പതിക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നാൽ തന്നെ അത് തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഓക്കെ, അത് ഞാനൊരു പേഷ്യൻ്റ്, നമുക്കെപ്പോഴും എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണല്ലോ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ഒരു ലേഡി HbA1c വരുമ്പോൾ 14 എന്തോ ആയിരുന്നു. അപ്പം അവരിവിടെ വരുന്നതിൻ്റെ മുമ്പ് ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒഫ്താൽമോളജി കണ്ടപ്പം അവരോട് കണ്ണിൽ ഇഞ്ചക്ഷനും എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ആ കണ്ണിൽ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള പേടി കൊണ്ടും കൂടിയാണ് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൂടെ ബെനിഫിറ്റ് കിട്ടും. അത് കാരണം അവർ ഓൾറെഡി ഫണ്ടോസ്കോപ്പി ഈ റെറ്റിനയുടെ പടമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ പേഷ്യൻ്റ് ഇപ്പം ഇങ്ങനെ വന്ന് അതിനും കൂടെയാണല്ലോ വരുന്നത്. അവർ റെറ്റിനോപ്പതി സിവിയർ ആണ്. അപ്പം ആ ആസ്പെക്റ്റിനും കൂടെ കൂടിയിട്ടാണ് അവർ വരുന്നത്. അപ്പം ഈ പേഷ്യൻറ്റിൻ്റെ കറക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ആക്ച്വലി അവരെനിക്ക് തോന്നുന്നത് നമ്മൾ യൂഷ്വലി കണ്ണിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ കുറേ ടെസ്റ്റ് അല്ലേ ഇനി, പിന്നെ ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കൊണ്ടോസ്കോപ്പിയും കൂടെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഒരു നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയും ഈവൻ ഹിയറിംഗ് സ്റ്റഡിയും കണ്ണിൻ്റെ ഫണ്ടോസ്കോപ്പി ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ ഇതിലെല്ലാം വരുമ്പോൾ അവർ വേറൊരു ഡോക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് അവർ ഒന്ന് ചെയ്ത് കിട്ടണമെങ്കിലൊക്കെ ഉള്ള ഡിഫിക്കൽറ്റി കാരണം എല്ലാവരോടും ഈ ഇങ്ങനത്തെ ഒന്നും പറയാറില്ല. പക്ഷെ ഈ ലേഡി പോയി ചെയ്തിട്ട് വന്നാണ്. അവരോട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ അത് കഴിഞ്ഞ് അവരിവിടെ വന്നു. ഡയബറ്റീസ് എല്ലാം മാറി. HbA1c 14 കണ്ട് നിന്നിരുന്നതൊക്കെ 6 അറൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവർ തന്നെ പോയി, ഞാൻ പറയാതെ തന്നെ ആക്ച്വലി തമിഴ്നാട്ടിൽ മധുരയിലെന്തോ, ഇവിടെ കേരളത്തിൽ നിന്നുള്ളവർ മെയിൻലി അങ്ങനെയാണല്ലോ, മധുരയിലൊക്കെ പോയാണല്ലോ ചെയ്യുന്നത്. അവിടെ പോയി തമിഴ്നാട്ടിൽ പോയി അവിടെ ചെയ്ത് അപ്പം 6 മന്ത്സ് കഴിഞ്ഞപ്പോഴേക്കും അവരോട് പറഞ്ഞു ഇനിയൊരു കുഴപ്പമില്ല, ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, ഷുഗർ കൺട്രോൾ ചെയ്തേച്ചാൽ മാത്രം മതിയെന്ന്. 6 മന്ത്സ് ബാക്ക് അവരോട് പറഞ്ഞാൽ ഇപ്പം ഇമ്മീഡിയറ്റ്ലി സർജറി ഇടണമെന്ന് പറഞ്ഞ് അവർ പേടിച്ച് ഓടിപ്പോകുന്നവരാണ്. ഇപ്പം അവരുടെ കണ്ണിൻ്റെ ആ ഇതേ മാറിയിട്ടുണ്ട്. അവർക്ക് പക്ഷേ വിഷൻ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഞാൻ വേറൊരു പേഷ്യൻ്റെ ഓർക്കുന്നു, അദ്ദേഹത്തിന് വരുമ്പം ഇങ്ങനെ ആരുടെയും സപ്പോർട്ടോടുകൂടി തോളത്ത് പിടിച്ചേ വരാൻ പറ്റുള്ളൂ. ഡയബറ്റിക്കാണ്, പിന്നെ റെറ്റിനോപ്പതി, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. ഈ റെറ്റിനോപ്പതി പോയിന്റ് ഓഫ് വ്യൂല് അദ്ദേഹത്തിന് പിടിച്ച് ആരുടെയും സപ്പോർട്ടോടുകൂടി മാത്രം നടക്കാൻ, ആകെ ജസ്റ്റ് ഒരു വെളിച്ചം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അദ്ദേഹം ഒരു 3 മാസം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും അദ്ദേഹത്തിന് തന്നെ സപ്പോർട്ടില്ലാതെ നടക്കാനും ജോലികൾ ചെയ്യാറായി. ഇപ്പം വായനയൊന്നും അത്ര പറ്റൂല, വലിയ അക്ഷരമൊക്കെ മാത്രം കുറച്ചൊക്കെ കാണാമെന്ന് പറഞ്ഞു. പക്ഷെ സെൽഫ് അദ്ദേഹം ഇത് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. കേരളത്തിലല്ല, അവരുടെ ബിസിനസ് എന്തോ ആന്ധ്രയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്താനും അതുവരെ തോളത്ത് കൈ പിടിച്ച് മാത്രം അതായത് ഒരാളുടെ സപ്പോർട്ടോടു കൂടി കൈപിടിച്ച് നടത്തേണ്ടിയിരുന്ന ആള് ബേസിക് ഫങ്ഷൻ തിരിച്ചെടുക്കാൻ പറ്റി. അപ്പം അതാണ് നമ്മൾ വിഷൻ പോകുന്നതിൻ്റെ മുമ്പ് കംപ്ലീറ്റ് ഇപ്പം ഒരു റെറ്റിനൽ ബ്ലീഡ് വന്ന് അല്ലെങ്കിൽ ഈ മാക്കുലയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, വലിയ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ കണ്ണിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയം ലേസർ ചെയ്യുന്ന സമയമുണ്ടല്ലോ, ഈ ലേസറും ഇഞ്ചക്ഷനും ഒക്കെ എന്താ, ഈ രക്തക്കൊഴലുകൾ അവിടെ വളരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ലേസർ ചെയ്ത രക്തക്കൊഴലുകളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്ത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻസുലിനും ഈ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇഞ്ചക്ഷൻ രണ്ടും ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആണ്. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറാണ്, അതിൻ്റെ ആൻറ്റഗണിസ്റ്റ് ആണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്, അതായത് രക്തക്കൊഴലുകൾ വളരാതിരിക്കാൻ. ഇൻസുലിൻ ശരിക്കും രക്തക്കൊഴലുകൾ വളർത്തും, മറ്റത് വളരാതിരിക്കണം. റെറ്റിന മാക്കുല, നമ്മുടെ ഈ കണ്ണിൻ്റെ ഏറ്റവും നെർവ്സ് ഉള്ള അവിടെ രക്തക്കൊഴലുകൾ വന്നു കഴിഞ്ഞാൽ വിഷം പോകും. അതിലേക്കാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഇതിനകത്ത് തന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് ആക്ച്വലി നമ്മളുടെ റെറ്റിനോപ്പതി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പതിയും ഡയബറ്റിക് നെഫ്രോപ്പതിക്കും ഒക്കെ കൂടാൻ ഒരു കാരണം ഇൻസുലിനാണ്. അപ്പം ഇൻസുലിൻ്റെ അളവ് കൂടെ കുറയ്ക്കണം. അപ്പം നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചെയ്യുന്ന ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇൻസുലിൻ ലെവൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ മരുന്ന് ഇഞ്ചക്ഷൻ, വേറൊരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഇൻസുലിൻ ലെവൽ കുറയ്ക്കാനുള്ള മരുന്നൊന്നും നമുക്കില്ല. നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡയറ്റ് കൺട്രോൾ ചെയ്താൽ മാത്രം മതി. കറക്റ്റ് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, ഫാറ്റ് കുറയ്ക്കുക, കറക്റ്റ് ന്യൂട്രീഷൻ കൊടുക്കുക.
പ്രത്യേകിച്ച് ഒമേഗ 3 ഒക്കെ പോലെയുള്ളത് വെരി ഹൈ. ഒമേഗ 3 ഒക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന കാര്യമാണ്. ഹൈ ഒമേഗ 3 അങ്ങനത്തെ ഒരു ഡയറ്റാണ് നമ്മൾ ഇതിനകത്ത് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടുന്നത്. അപ്പം റെറ്റിനോപ്പതിക്കും എത്ര ഡാമേജ് വന്നതനുസരിച്ചിരിക്കും, അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. ശരിക്കും ഈ ഡയബറ്റിക് പേഷ്യൻസിൻ്റെയും ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസിൻ്റെ ഒക്കെ ഒരു റെഗുലർ ആയിട്ട് കേൾക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ കിഡ്നിയുടെ ആരോഗ്യം പോകുന്നതാണ്. അപ്പോൾ കിഡ്നിയുടെ ആരോഗ്യം പോകുമ്പോൾ ശരിക്കും ഇപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ പോയാൽ കുറച്ച് നാളും കൂടെ നമുക്ക് ഇങ്ങനെ പോവാം, പിന്നെ നമുക്ക് ആ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ആവശ്യം വരുവാണെന്ന്. പക്ഷെ ഇപ്പം കിഡ്നിക്ക് വീക്കാണ്, പ്രോബ്ലം ഉണ്ട് എന്ന് മാത്രമാണ് നമ്മൾ സാധാരണ വിലയിരുത്തുക. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ശരിക്ക് ഒരു പേഷ്യൻ്റ് എന്താണ് മനസ്സിലാക്കുന്നത്? മോഡേൺ മെഡിസിനിൽ കിഡ്നിക്ക് മാറ്റാനായിട്ട് പ്രത്യേകം മരുന്നില്ല. ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഫ്രോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിയാറ്റിനിൻ കൂടി 8-9 വന്ന് അല്ലെ നീരൊക്കെ വന്നു കഴിയുമ്പോൾ ഡയാലിസിസ് ചെയ്യാന്നേ ഉള്ളൂ. പിന്നെ പൊട്ടാസ്യം കുറയ്ക്കാൻ എന്തെങ്കിലും ഇത്തിരി മരുന്ന്, നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇതൊക്കെ മാത്രമേ തരാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഇത് നോക്കുകയില്ല. നോക്കി അവരെ പേടിപ്പിച്ചിട്ട് എന്താന്നുള്ളതാണ്. മരുന്ന് കൊടുത്ത് കറക്റ്റ് ചെയ്യാമെങ്കിലല്ലേ നോക്കിയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് കിഡ്നിക്ക് പ്രോബ്ലം വന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ GFR നോക്കണം, ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്. അത് എല്ലാ ഡയബറ്റിക് പേഷ്യൻറ്റും അല്ല, എല്ലാവരും നമ്മളൊരു റെഗുലർ ഹെൽത്ത് ചെക്കപ്പിൻ്റെ പാർട്ടായിട്ട് നോക്കണം. കാരണം ഇപ്പം നമ്മൾ കാണുന്നത് ഈ വേറൊരെണ്ണമുണ്ട്, IgA നെഫ്രോപ്പതി എന്നൊക്കെ പറഞ്ഞ്, അതായത് ഓട്ടോഇമ്യൂൺ ഡിസീസ് കൊണ്ട് കിഡ്നി ഡാമേജ് ആണ്. അതും വളരെ കൂടി വരിക, അത് വളരെ ചെറുപ്പക്കാരിലൊക്കെ തന്നെ വരുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ വളരെ നേരത്തെ നമുക്കറിയാൻ പറ്റും GFR നോക്കുവാണെങ്കിൽ. GFR 80 ആകുമ്പോഴോ ഈവൻ 70 ആകുമ്പോഴോ ഈവൻ 60 ആകുമ്പോഴോ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഇതൊക്കെ റിവേഴ്സ് ചെയ്ത് 90ക്ക് മുകളിൽ കൊണ്ടുപോകാം. GFR 90ക്ക് മുകളിലാണ് ഐഡിയലി ആയിരിക്കേണ്ടത്. പക്ഷെ അത് കുറഞ്ഞ് 15 താഴെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് 5 എന്നാണ് പറയുന്നത്. ഇപ്പൊ പല ഡയബറ്റിക് പേഷ്യൻസിനും 30 എല്ലാ ലെവലിലും കാണാറുണ്ട്. അപ്പം നമ്മൾ ഏത് ലെവലിൽ വരുന്നു അതിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ചില പേഷ്യൻസ് 60 ആയിട്ട് നമ്മൾ ആദ്യം നോക്കുമ്പോൾ GFR 60 ആണെങ്കിൽ അവരുടെയൊക്കെ 90ന് മുകളിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതേസമയത്ത് 40 ഒക്കെ ഉള്ളെങ്കിൽ ചിലപ്പോൾ 90ന്, ചിലരുടെയൊക്കെ അത് ഏജും കൂടെയൊക്കെ അനുസരിച്ചിരിക്കും. ഈ GFR 40 ഒക്കെ വന്നിരിക്കുന്നവർ ചിലപ്പം 90ലേക്കൊക്കെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 60ക്ക് മുകളിൽ എത്തിക്കാൻ പറ്റും. ഇപ്പൊ ക്രിയാറ്റിനൊക്കെ 8-9 ഒക്കെ ആയവരെ വല്ല 5-6ലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ തന്നെ വലിയ കാര്യം. അങ്ങനെയും വരുന്നുണ്ട്. ഡയബറ്റിക് പേഷ്യൻസ് ഡയബറ്റീസ് ഉണ്ടാകും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, കൊളസ്ട്രോൾ ഉണ്ടാകും, ഹാർട്ടിന് മരുന്നുണ്ടാകും, കിഡ്നി ഫെയിലിയറുമാണ്. അപ്പൊ അങ്ങനെയുള്ളവരിൽ നമ്മൾ ഇതാണ് എല്ലാവരുടെയും ഡയബറ്റീസ് ടൈപ്പ് 2 ആണോ എന്ന് നോക്കും. മിക്കവാറും ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരിക്കും. ഡയബറ്റീസിന്റെ മരുന്ന് നിർത്തി അത്രയും കിഡ്നിക്ക് ആശ്വാസമായി. അവരുടെ പോലും ഈ ഡയബറ്റിക് കിഡ്നി ഫെയിലിയർ പേഷ്യൻറ്റിൻ്റെയാണ് BP കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ഡിഫിക്കൽറ്റി വരുന്നത്. ഈവൻ അവരുടെ പോലും BP കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. കറക്റ്റ് ഡയറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഒക്കെ കറക്റ്റ് ചെയ്താൽ നമുക്ക് BPയുടെ കൺട്രോൾ കിട്ടും. പക്ഷേ ഈ കിഡ്നി ഫെയിലിയർ പേഷ്യൻറ്റിന് ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഡയബറ്റീസും കിഡ്നി ഫെയിലിയറും കൂടെ വരുമ്പോഴാണ് ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും ഡിഫിക്കൽട്ട്. ലൈഫ് സ്റ്റൈൽ കറക്ഷന് ഏറ്റവും ഡിഫിക്കൽട്ട് അതിലാണ്. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെരി ഡിഫിക്കൽട്ടാണ്. പിന്നെ ഈ പേഷ്യൻസിന് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് നമ്മൾ ആ പേഷ്യൻസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് പിന്നെ ആകെ ഡയാലിസിസ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ മരുന്നെങ്കിലും ഒന്ന് മാറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര ആശ്വാസമാവുമല്ലോ. അപ്പം ഡയാലിസിസിലേക്ക് പോകാതെ നമുക്ക് പിടിച്ചു നിർത്തി കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഈവൻ ഇതായിട്ടുള്ള പേഷ്യൻ്റ് നീരും അസ്വസ്ഥതകളും ഒക്കെ കുറച്ച് മരുന്നുകളെല്ലാം കുറച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും വല്ല പ്രഷർ കൂടുമ്പോൾ മാത്രം, അതായത് കിഡ്നി ഫെയിലിയർ പേഷ്യൻ്റ് ചിലരുടെ ടോട്ടൽ കൺട്രോൾ കിട്ടിയില്ല എന്നിരിക്കും, അവരെന്തെങ്കിലുമൊക്കെ തെറ്റിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് മാത്രം ചെറുതായിട്ട് മരുന്ന് കഴിച്ച് അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഈ ഒരു GFR ഒരു 30ന് മുകളിലെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവര് നമ്മൾ ലിവർ കിഡ്നി ഫെയിലിയറിലേക്കും ഡയാലിസിസിലേക്കും ഒന്നും പോകാതെ നമുക്ക് ഈവൻ ഒരു 20ക്ക് മുകളിലാണെങ്കിൽ എത്ര നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അത്രയും നല്ലതെന്നുള്ളതാണ്. അപ്പം അത് നേരത്തെ കണ്ടുപിടിച്ചാൽ ഫുൾ റിക്കവറി കിട്ടും. മറ്റേതാണെങ്കിൽ
അതനുസരിച്ചായിരിക്കും. അതായത് കിഡ്നിയിലെ നെഫ്രോൺസ് ആണ്, അതിൻ്റെ യൂണിറ്റ്സ് ഉണ്ട്, നെഫ്രോൺസ് ആണ്. ഈ നെഫ്രോൺസ് കംപ്ലീറ്റ് നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ റിവൈവ് ചെയ്യാൻ പറ്റില്ല. ഈ ഉള്ളതിനെ വെച്ചുകൊണ്ട് നമുക്കതിനെ ഈ പാർഷ്യലിയൊക്കെ നശിച്ചു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്തെടുക്കാം. അതാണ് കിഡ്നിയുടെ കാര്യത്തിൽ വരുന്നത്. അപ്പം ഡയബറ്റിക് പേഷ്യൻറ്റ് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ 100% റിവേഴ്സിബിൾ ആണ്. അത് എത്ര ഏർലി ചെയ്യുന്നു അത്രയും നല്ലത്. നമ്മുടെ ഓർഗൻസിൻ്റെ ഡാമേജ് വരുന്നത് കണ്ണിൻ്റെതിനാണേലും കിഡ്നിയുടേതാണേലും ലിവർ ഡയബറ്റിക് പേഷ്യൻ്റ് പലരും നാഷ് നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ആൽക്കഹോൾ ഉള്ളത് വേറെ ഒന്ന്. ഇത് കൂടാതെ അവർ ഒബേസിറ്റിയും കൂടെ ആകുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവും. അപ്പം ഇതെല്ലാം റിവേഴ്സിബിൾ ആണ്. അപ്പം എവിടെ വെച്ച് നമ്മൾ തുടങ്ങുന്നു, നമ്മുടെ ബോഡിയുടെ റിപ്പയറിൻ്റെ പോസിബിലിറ്റി എത്രയുണ്ട്, നമ്മളുടെ ഏജ്, ആ ഓർഗൻ ഡാമേജ് എത്ര വന്നു, ഇതനുസരിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുക. നമ്മുടെ ഈ 4 പാർട്ട് സീരീസ് ഇൻസുലിനും ഡയബറ്റീസും എന്നുള്ളത് ഇവിടെ തീരുകയായി. ഈ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടത് ജീവിതശൈലി ക്രമീകരണം ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന അഡ്വാൻറ്റേജസും ബെനിഫിറ്റ്സും ആയിരുന്നു. നന്ദി, നമസ്കാരം.